അതിഥികളിലേക്ക് വീണ്ടും മനസ്സിന്റെ കാലുഷ്യവും നമ്മൾ അവിടെ ഉപേക്ഷിച്ചിട്ട് വേണം പിന്നീട് നമ്മൾ വനമേഖലയിലൂടെ യാത്ര ചെയ്യാൻ എന്നുള്ളതാണ് ഭക്തന്മാർ വിശ്വസിക്കുന്നത്. വന്യമൃഗങ്ങളുടെ സംരക്ഷണം, അത്തരത്തിലുള്ള പ്രതിജ്ഞ, പ്രകൃതി സംരക്ഷണ ബോധം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ഈ ശബരിമലയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഒരു ആത്മീയമായ യാത്രയ്ക്കപ്പുറം ഒരുപാട് നന്മ നിറഞ്ഞ പാഠങ്ങൾ പഠിക്കേണ്ടുന്ന ഒരു യാത്ര കൂടിയാണ്. അങ്ങനെയാണ് നമ്മൾ ആ യാത്ര പിന്നീട് അഴുതയിൽ നിന്ന് ആരംഭിച്ച് കാളകെട്ടിയിലേക്ക് പോകുന്നത്. അതേപറ്റി അടുത്ത അവസരത്തിൽ പറയാം. അതിനു മുൻപ് ഹരിചേട്ടാ ഇപ്പോൾ ഈ അഴുതയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ അതേപോലെ തന്നെ പമ്പയുമായി ബന്ധപ്പെട്ട ഒരുപാട് ഈ അന്ധവിശ്വാസങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഈ വസ്ത്രങ്ങൾ പമ്പയിൽ ഒഴുക്കി കളയുക, അതൊക്കെ ഇപ്പം ദേവസ്വം ബോർഡ് നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരത്തിലുള്ള കുറേ അന്ധവിശ്വാസങ്ങൾ കൂടി ആളുകൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുമുണ്ട് അല്ലേ? അതെ, അതെന്താ വെച്ചാൽ ഈ നമ്മുടെ പൊതുവെ ഈ ഹൈന്ദവ ആചാര രീതികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ എല്ലാവരും ഇതേപ്പറ്റി കൂടുതലായി പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, വിനോദ് സാറിൽ നിന്ന് കുറേ പഠിക്കാൻ എനിക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഓരോന്ന് പഠിച്ച് നമ്മുടെ ജീവിതകാലം മുഴുവൻ പഠിക്കത്തക്ക തരത്തിലുള്ള ആചാരങ്ങളും ഗ്രന്ഥങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ പമ്പയിലൊക്കെ വസ്ത്രം ഉപേക്ഷിച്ച് നമ്മുടെ ശരീരം ഉപേക്ഷിക്കുന്നത് പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുക. അത് വിശ്വസിച്ചിട്ട് ഒരു കാലത്ത് പമ്പയിൽ വസ്ത്രം ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യും. ഇപ്പം ശരം കുത്തിയെ സംബന്ധിച്ച് ശരം കുത്തിയിൽ ശരം കുത്തിയിട്ട് നമ്മൾ പോകും. ഇടയ്ക്ക് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഈ അയ്യപ്പൻ്റെ മംഗളം വിവാഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊക്കെ ചർച്ച വന്നു. ശരിക്കും പറഞ്ഞാൽ മംഗളം ഉണ്ടാക്കുക എന്നുള്ളതിനെ ആയിരിക്കാം ഒരുപക്ഷെ അത്തരത്തിൽ തെറ്റിദ്ധരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് വിനോദ് സാറിന് അതേപ്പറ്റി കുറച്ചുകൂടി പറയാൻ സാധിക്കും തോന്നുന്നു. അതായത് ശരംകുത്തിയിൽ നമ്മളൊരാൾ ചെന്നിട്ട് ശരം കുത്തുമ്പോൾ, ഒരു കന്യകയ്യപ്പൻ ചെന്ന് ശരം കുത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരവും കാലുഷ്യവും ഈ നമ്മുടെ ഉള്ളിലുള്ള വന്യതയും നമ്മുടെ ഉള്ളിൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.